ബഹുമാനികളായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നാമുമായി ബന്ധപ്പെട്ടവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മൾ മാസങ്ങളായി നോമ്പിൻ്റെ ഒക്കെ മുന്നെയും ഇടയ്ക്കൊക്കെ നോമ്പിൻ്റെ സമയങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ഇസ്ലാമിലെ സാമ്പത്തിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളായിരുന്നു. സക്കാത്തിനെ കുറിച്ച് ഏകദേശം കുറേ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പറയാൻ ബാക്കിയുള്ളത് ഇനിയും പറയാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക വിഷയത്തിൽ തന്നെ ഉള്ള വളരെ പ്രത്യേകമായ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ശ്രദ്ധ കാണിക്കാത്ത, വമ്പിച്ച രീതിയിൽ വീഴ്ച വരുത്തുന്ന ഒരു വിഷയമാണ്. മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് സന്താനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനീതിയും അക്രമവും. സാധാരണ മാതാപിതാക്കളോടുള്ള കടമകളും ബാധ്യതകളും എല്ലാമാണ് സാധാരണയായി നമ്മൾ കേൾക്കാറുള്ളത്. അത് വേണ്ടതാണ്, യാതൊരു സംശയവും അതിലില്ല. മാതാപിതാക്കൾക്കെതിരിൽ അവരുടെ ആദരവ് വകവച്ചു കൊടുക്കാത്ത രീതിയിൽ പെരുമാറുന്നത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് സന്താനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അനീതിയും അക്രമവും ചർച്ചയ്ക്ക് വിധേയമാകാറില്ല. പലയിടങ്ങളിലും അത് പറയാറില്ല. സന്താനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ നിലച്ചുപോകാത്ത കർമ്മങ്ങളിൽപ്പെട്ട കർമ്മമാണ്. അവൻ്റെ നിസ്കാരം അവൻ മരിക്കുന്നതോടുകൂടി കഴിഞ്ഞു, അവൻ്റെ നോമ്പ് കഴിഞ്ഞു, അവൻ്റെ സക്കാത്ത് കഴിഞ്ഞു, അവൻ്റെ എല്ലാ കർമ്മങ്ങളും അവൻ്റെ മരണത്തോടു കൂടി കഴിയുന്നു. എന്നാൽ അവൻ്റെ അവസാനിക്കാത്ത കർമ്മമാണ് അവൻ്റെ മകൻ, അവൻ്റെ മകൾ എന്ന ബോധം അവനുണ്ടാവണം. ഇദാ മാത ഇബ്നു ആദമ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരണപ്പെടലോടുകൂടി അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കുന്നു. ഇല്ലാ മിൻ സലാസിൻ, 3 കാര്യങ്ങൾ ഒഴികെ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? സ്വദഖത്തിൻ ജാരിയ, വഇൽമിൻ യുൻതഫഉ ബിഹി, വവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ജാരിയായ, നിലനിന്നു പോകുന്ന, സ്ഥായിയായി നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വഇൽമിൻ യുൻതഫഉ ബിഹി, പടച്ച തമ്പുരാൻ്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന അറിവുകൾ. മൂന്നാമത് പറഞ്ഞത് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കർമ്മം. മൂന്നാമത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയുന്ന കുട്ടികൾ, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ. സ്വാലിഹായ മക്കൾ എന്ന് പറയുന്നത് സ്വാലിഹല്ലാത്ത മക്കളെ കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്ന അർത്ഥത്തിനല്ല. ഔ വലദിൻ സ്വാലിഹിൻ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞു ഔ വലദിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മകൻ. സ്വാലിഹും കൂടിയായ പിന്നെ പറയണ്ടല്ലോ. നിങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി വളർത്തണം എന്നതിലേക്കുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി അഥവാ സ്വാലിഹല്ലെങ്കിൽ പോലും അവൻ മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവൻ്റെ ഹൃദയത്തിലുണ്ടോ, അവൻ സ്വാലിഹല്ലെങ്കിൽ പോലും അവൻ മാതാപിതാക്കളുടെ അക്കൗണ്ടിലുള്ളവനാണ്. അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു പ്രതിഫലം, അതിൻ്റെ ഒരു അംശം മാതാപിതാക്കൾക്കുള്ളതാണ്. അവൻ നിസ്കരിക്കുക കൂടി ചെയ്താൽ, നോമ്പെടുക്കുക കൂടി ചെയ്താൽ, സക്കാത്ത് കൊടുക്കുക കൂടി ചെയ്താൽ, ഖുർആൻ പാരായണം ചെയ്യുക കൂടി ചെയ്താൽ, പ്രാർത്ഥിക്കുക കൂടി ചെയ്താൽ 10 മടങ്ങ് ഇരട്ടിയായി മാതാപിതാക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കിട്ടും. എന്നാൽ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ?
ഈ 3 കാര്യങ്ങളെ മൊത്തമായിട്ട് ഒന്നിലേക്ക് ചുരുക്കാൻ സാധിക്കും. അതെങ്ങനെയാ? അവൻ്റെ സന്താനങ്ങൾ സദക്ക കൊടുക്കുന്നവരാണ്. ബാപ്പക്കും ഉമ്മക്കും വേണ്ടി, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുമ്പോൾ സ്വതക്കയും മക്കളുടെ ലിസ്റ്റിൽ വന്നു. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കാലശേഷം ജീവിച്ചിരിക്കുന്ന മക്കൾ ഇൽമ് പഠിക്കാൻ വരുമ്പെട്ടാൽ, ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അറിവ് പോലും മക്കളിലേക്ക് വന്നു. ഇപ്പോൾ സ്വതക്കയും അറിവും മക്കളിലേക്ക് വരികയാണ്. അഥവാ സന്താനങ്ങളിൽ തന്നെ 3 കാര്യമാണ്. ഹദീസിൽ പറഞ്ഞത് സന്താനങ്ങളിൽ ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹദീസിൽ പറഞ്ഞിട്ടുള്ള സന്താനങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു കാര്യമല്ല, 3 കാര്യവും കൂടി വേണമെങ്കിൽ കൊണ്ടുവരാൻ കഴിയും. നല്ല സാമ്പത്തിക ശേഷിയുള്ളൊരു മകൻ, അവൻ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, സ്വതക്കത്തുൻ ജാരിയായി. അതേ സമയത്ത് അവൻ ഖുർആൻ പഠിക്കുന്നു, ഫാത്തിഹ പഠിക്കുന്നു, ഫാത്തിഹ പഠിപ്പിക്കുന്നു, കിതാബ് ഓതുന്നു, കിതാബ് ഓതിക്കൊടുക്കുന്നു. അപ്പോൾ ഇൽമും സ്വതക്കയും സന്താനവും 3ഉം ഒരു പോയിന്റിൽ സംഗമിക്കുകയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സന്താനങ്ങൾ. ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ, ഇനി 2 എണ്ണം ഉണ്ടായാലോ 3 എണ്ണം ഉണ്ടായാലോ ധാരാളം കുട്ടികൾ ഉണ്ടായാലോ 4 ഭാര്യമാരിലായിട്ട് ധാരാളം സന്താനങ്ങൾ ഉണ്ടായാൽ ഒരു പിതാവിൻ്റെ അക്കൗണ്ടിൽ വരുന്നതിൻ്റെ കണക്ക് എത്രയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് മാനസന്താനങ്ങൾ. ഈ സന്താനങ്ങൾ നമുക്ക് പാഴായി പോകാൻ പാടില്ല. ഈ സന്താനങ്ങളുടെ ഇടയിൽ പരസ്പരം കലഹങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഈ സന്താനങ്ങളുടെ ഇടയിൽ സ്നേഹവും സഹവർത്തിത്വവും കാരുണ്യ മനോഭാവവും നിലനിൽക്കണം. അത് നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. കാരണം മനുഷ്യന്മാരുടെ ഇടയിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈഗോ എന്ന് പറയുന്നത്. ആർക്കും ഉള്ള ഒരു സംഗതിയാണ് ഈഗോ. അതിങ്ങനെ ഈ വെണ്ണീരിൻ്റെ അടിയിൽ തീ കിടക്കുന്നത് പോലെ ആ സാധനം അവിടെ ഉണ്ടാകും. പക്ഷെ അത് ആളി കത്തുന്ന സമയത്തെ നമ്മൾ പുറത്തേക്ക് കാണുകയുള്ളൂ. നിങ്ങൾക്കറിയില്ലേ, ഒരു പ്രവാചകന്റെ മക്കൾ അള്ളാഹു നബുവത്ത് കൊടുത്തുകൊണ്ട് ആദരിച്ചിട്ടുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളെക്കുറിച്ച് അള്ളാഹു താല അവരെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഒരു അധ്യായം ഇറക്കുകയാണ് സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാതുൻ ലിസ്സായിലീൻ. ആ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആന വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. നബിയെ, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല ഒരു കഥ പറഞ്ഞു തരാം, ഏറ്റവും നല്ല ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് യൂസുഫിൻ്റെ 3-ാമത്തെ സൂക്തം മുതൽ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥ, നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്ത ഒരു കഥ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അറിയാനുള്ള ഒരു വകുപ്പുമില്ലാത്ത 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ആ കഥ. ആ കഥയുടെ തുടക്കത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഖാല യൂസുഫു ലിഅബീഹി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. എൻ്റെ പിതാവേ, ഞാൻ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്നത് കണ്ടു. 11 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടപ്പുറപ്പുകളായ 11 സഹോദരന്മാരാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവാണ്. ഇവരെല്ലാവരും കൂടി വന്നിട്ട് എൻ്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് പിതാവേ എന്ന് പറഞ്ഞപ്പോൾ യാക്കൂബ് നബിക്ക് സംഗതി മനസ്സിലായി. എൻ്റെ ഈ മകനെ അള്ളാഹു പ്രവാചകനാക്കി കൊണ്ടുവരാനിരിക്കുന്ന മകനാണ്, എൻ്റെ ഈ മകന് പ്രവാചകത്വം ലഭിക്കാൻ പോകുന്ന മകനാണ്, ഇത് കാര്യപ്പെട്ട മകനാണ് എന്ന് ബോധ്യപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു. ഈ സംഭവം പറഞ്ഞപ്പോൾ ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക, മോനെ, നിന്റെ 11 സഹോദരന്മാരുണ്ട്, അവരോട് ആരോടും ഈ കഥ പറഞ്ഞു പോകണ്ട, നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഒരാളോടും പറയണ്ട. ഫയകീദൂ ലക കൈദൻ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. അങ്ങനെ നീ കഥ അവരോട് പറഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ വരും.
അസൂയ വന്നാൽ എന്തൊക്കെയാ സംഭവിക്കുക? അതൊക്കെയും അവിടെ സംഭവിച്ചു. ഈ കുട്ടി യൂസുഫ് നബി അലൈഹിസ്സലാം എന്നോട് യാക്കൂബ് നബി നേരത്തെ തന്നെ കൽപ്പന കൊടുത്തിട്ടുണ്ട്, അസൂയപ്പെട്ടു പോകുന്നതിൽ നിന്ന് സൂക്ഷിക്കണം, നിങ്ങളുടെ ഇടയിൽ അനൈക്യമുണ്ടാകുന്നത് സൂക്ഷിക്കണം. നീ വലിയ ആളാകും, ആയിക്കോട്ടെ, പക്ഷേ മറ്റുള്ളവർ നിന്റെ സഹോദരങ്ങളാണ്, അവരുടെയും നിന്റെയും ഇടയിൽ പ്രശ്നമുണ്ടാകുന്നത് സൂക്ഷിക്കണം എന്നുള്ള കൽപ്പനയൊക്കെ കൊടുത്തിട്ട് പോലും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് സ്വാഭാവികമാണ് നല്ല കുട്ടികളിലേക്ക് നമ്മുടെ മനസ്സിന് ഒരു ചായ്വുണ്ടാകും. അത് എങ്ങനെങ്കിലുമൊക്കെ ആളുകൾ കണ്ടുപിടിക്കും. ആ ചായ്വ് പുറത്തേക്ക് കാണിക്കാൻ പാടില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം പുറത്തേക്ക് കാണിച്ചിട്ടില്ല. യൂസുഫിന് മാത്രം എന്തെങ്കിലും ചില്ലറ കൊടുക്കുക, യൂസുഫിന് മാത്രം ഒരു സ്പെഷ്യൽ ഫുഡ് കൊടുക്കുക, മറ്റുള്ളവർക്കൊക്കെ സാധാരണ ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള വേർതിരിവൊന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം കാണിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഈ കഥ എങ്ങനെയോ ലീക്കായി. മറ്റുള്ള മക്കൾക്കെല്ലാവർക്കും കൂടി വിഷമമായി. അവർ പരസ്പരം പറയുന്നു, ഇത് ഖാലു ലയൂസുഫു വ അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹനു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. അവർ 11 സഹോദരന്മാർ മീറ്റിംഗ് കൂടി. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ചെറിയ സഹോദരൻ യൂസുഫിനോട് നമ്മുടെ വാപ്പക്ക് നമ്മളോടില്ലാത്ത ഒരു സ്നേഹമുണ്ട്. എല്ലാവരോടും സ്നേഹമുണ്ടെന്ന് ഉറപ്പായില്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാം എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ ചെറിയ യൂസുഫിനോട് ഒരു പ്രത്യേകം സ്നേഹമുണ്ട്. നമ്മളെല്ലാം ഒരു കക്ഷിയല്ലേ, പിന്നെ എങ്ങനെ അവനോട് മാത്രം ഒരു പ്രത്യേക സ്നേഹം? ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. നമ്മളെ വാപ്പക്ക് എന്തോ മാനസിക തകരാറുണ്ട്, നമ്മുടെ വാപ്പക്ക് എന്തോ ചിത്തഭ്രമമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പോയാ പറ്റൂല. ഉഖ്തുലൂ യൂസുഫ അവ ഇത്രഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ. അതുകൊണ്ട് ഞമ്മക്ക് ഈ ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടണം. ഒന്നുകിൽ യൂസുഫിനെ കൊന്നുകളയാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുമുക്കിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാം. അവർ തീരുമാനം പറഞ്ഞു. അവസാനം ഞാൻ ആ കഥ പറയുകയല്ല, അവസാനം അദ്ദേഹത്തിനെ ഒരു പൊട്ടൻ കിണറ്റിൽ കൊണ്ടുപോയി തള്ളി. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം അദ്ദേഹത്തിൽ നിന്ന് ഊരിപ്പോയി. ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം എന്താ? ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹം പരിശുദ്ധ ദീൻ കഴിഞ്ഞാൽ, ഹിദായത്ത് കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം സ്വാതന്ത്ര്യമാണ്. സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവസരം. ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഒരു മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഒരു മകൻ തൻ്റെ വാപ്പക്ക് തൻ്റെ ബാധ്യതകൾ മുഴുവനും ചെയ്തു തീർക്കാൻ കഴിയുമോ? റസൂൽ പറഞ്ഞില്ല. ഒരു കുട്ടിക്കും തൻ്റെ മാതാപിതാക്കളോട് ചെയ്യാനുള്ള ബാധ്യത ചെയ്തു തീർക്കാൻ കഴിയില്ല. പടച്ച റബ്ബിനെ പറ്റി പറഞ്ഞ മാതിരിയ അള്ളാഹുവിനോടുള്ള ബാധ്യത നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതേ പ്രകാരം ഏകദേശം എന്ന് പറയാം, പൂർണ്ണമായിട്ടല്ല, അതിനോടടുത്ത് വരുന്ന ഒരു രീതിയാണ് മാതാപിതാക്കളോടുള്ള കടപ്പാട് സന്താനങ്ങൾക്ക് ഒരിക്കലും ചെയ്തു തീർക്കാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു റസൂൽ പറയാണ്, ഒരു അവസരത്തിലൊഴികെ. ഏതാണ് ആ അവസരം? തൻ്റെ പിതാവിനെ മാർക്കറ്റിൽ അടിമയായി കണ്ടെത്തുകയും തൻ്റെ കയ്യിലെ കാശ് കൊണ്ട് തൻ്റെ പിതാവിനെ യജമാന്റെ അടുക്കൽ നിന്ന് കാശ് കൊടുത്തു വാങ്ങി മോചനം നൽകി മോചിപ്പിക്കുകയും ചെയ്താൽ മകൻ ബാപ്പയോടുള്ള എല്ലാ ബാധ്യതയും നിർവഹിച്ചവനായി. എന്താ ഇതിൻ്റെ അർത്ഥം? ഈ അടിമ ഉടമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ? അടിമ എന്ന് പറഞ്ഞാൽ അവന് സ്വാതന്ത്ര്യമില്ല. ഒരാളെ വാപ്പ അടിമയാണ്, ഒരാളുടെ പിതാവ് അടിമയാണ്. അയാൾ മാർക്കറ്റിൽ അടിമയായി കച്ചവടം ചെയ്യപ്പെടുകയാണ്. ആടിനെയും പോത്തിനെയും കാളയെയും വിൽക്കപ്പെടുന്നത് പോലെ മനുഷ്യനെ വിൽക്കും, അടിമയാണ്. അങ്ങനെ ഒരാളിങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ, പടച്ചോനെ എൻ്റെ വാപ്പനെയാണല്ലോ വിൽക്കുന്നത്, എൻ്റെ വാപ്പ വേറെ ഏതോ ഒരു മുതലാളിയുടെ ചരക്ക് ആണ്, കമ്മോഡിറ്റിയാണ്. ഉടനെ തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ്, 1 കോടിയെങ്കിൽ 1 കോടി, ആ കാശെടുത്തിട്ട് വാപ്പയെ വിലക്ക് വാങ്ങിയിട്ട് വാപ്പയെ സ്വതന്ത്രനായി കയറൂരി വിടുന്നു. അങ്ങനെ വല്ലൊരുത്തനും ചെയ്യാൻ കഴിഞ്ഞാൽ വാപ്പയോടുള്ള ബാധ്യത പൂർണ്ണമായി അവൻ നിർവഹിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് ആർക്ക് നഷ്ടപ്പെട്ടത്? യൂസുഫ് നബി അലൈഹിസ്സലാമിന് നഷ്ടപ്പെട്ടത്. എന്തിൻ്റെ പേരിൽ? അസൂയയുടെ പേരിൽ. അങ്ങനെ യൂസുഫ് നബി ഈജിപ്തിലെ ഒരു ഭരണാധികാരിയുടെ അടിമയായി മാറുകയാണ്.
പിന്നീട് കഥകൾ പലതുമുണ്ടായി, ഞാൻ കഥ പറയുകയല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ പരിഗണനയും ജാഗ്രതയും ഇല്ലാതെ വന്നാൽ സന്താനങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാകും. സന്താനങ്ങളുടെ ഇടയിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും മാതാപിതാക്കൾ എടുക്കണം. ആദം നബി അലൈഹിസ്സലാം, മനുഷ്യകുലത്തിൻ്റെ തുടക്കത്തിലുള്ള ചരിത്രം. ആദം നബി അലൈഹിസ്സലാമിന് ആകപ്പാടെയുള്ള 2 ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടിക്ക് മറ്റേ ആൺകുട്ടിയോട് അസൂയ വന്നു. അതിൻ്റെ കാരണമൊക്കെ പലവട്ടം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. എന്നിട്ട് അസൂയക്കാരനായ ആള് മറ്റേയാളെ കൊലപ്പെടുത്തിക്കളഞ്ഞു. ലോകത്ത് നടന്നിട്ടുള്ള ആദ്യത്തെ കൊലപാതകം 2 സഹോദരന്മാർ തമ്മിലാണ്. ലോകത്ത് നടന്ന ആദ്യത്തെ കൊലപാതകം 2 അയൽവാസികൾ തമ്മിലല്ല, 2 സംഘടനക്കാർ തമ്മിലല്ല, 2 മതത്തിൻ്റെ ആളുകൾ തമ്മിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമികൾ തമ്മിലല്ല. ലോകത്ത് നടന്നിട്ടുള്ള ആദ്യത്തെ കൊലപാതകം ഒരു പിതാവിൻ്റെ 2 മക്കൾ തമ്മിലാണ്. എന്താ കാരണം? അസൂയ. അതാണ് ഞാൻ പറഞ്ഞത്, വെണ്ണീരിൻ്റെ അടിയിൽ തീ എപ്രകാരം ഉണ്ടായിരിക്കുമോ അപ്രകാരം മനുഷ്യൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കുടികൊള്ളുന്ന വസ്തുവാണ് ഈഗോ എന്ന് പറയുന്നത്. അതിനെ കെടുത്തിക്കളയണം. അതിനെ വെള്ളമൊഴിച്ച് കെടുത്തിക്കളയുകയല്ലാതെ അതിനെ വീണ്ടും വീണ്ടും സജീവമാക്കുന്ന പ്രവർത്തനങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലുമേ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളെ എല്ലാ നിലക്കും തർബിയത്ത് ചെയ്ത് കൊണ്ടുവരണം. കാലത്തോട് സംവദിക്കാൻ കരുത്തുറ്റവരായി നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തിക്കൊണ്ടുവരൽ ഓരോ മാതാപിതാക്കളുടെയും ബാധ്യതയാണ്. പഠിച്ചു വരുന്ന കുട്ടികളോട് പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കും, അല്ല ഇപ്പോൾ എത്ര കാലം പഠിക്കും, എന്നാ പെൻക്കൊരു ജോലി കിട്ടുക, ഈ പഠിച്ചതൊന്നും പോരെ, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട്. സഹോദരന്മാരെ, അവരെ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നമ്മുടെ കൂട്ടത്തിലെ എത്ര യുവാക്കൾ 18 വയസ്സാകുന്നതിന് മുമ്പ് 18 വയസ്സ് എന്ന് കള്ളരേഖയുണ്ടാക്കി പാസ്പോർട്ട് എടുത്തവരുണ്ട് ഗൾഫിൽ പോകാൻ വേണ്ടി. വിവരമില്ലാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കൾ ചെയ്തിട്ടുള്ള കൈക്രിയകളായിരുന്നു അത്. 16 വയസ്സുള്ള കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴേ അന്ന് ഗൾഫിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. 18 എന്ന പേരിൽ പാസ്പോർട്ട് എടുത്ത കുട്ടികളുണ്ട്. പഠിക്കാൻ വിട്ടില്ല, പഠിക്കാൻ അനുവദിച്ചില്ല. ഇത്ര മതി പഠിച്ചത് എന്ന് പറഞ്ഞു. എത്രത്തോളം പഠിക്കണം ഇനി എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അവർ സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോഴും അവർ തൂപ്പുവേല ചെയ്യുന്നു. അന്യമതസ്ഥരായ ആളുകൾ ഉന്നത മേഖലകളിൽ 5ഉം 6ഉം അക്കങ്ങളുള്ള സംഖ്യകൾ മുസ്ലിം രാജ്യങ്ങളിൽ പോയി കൊയ്തെടുത്തു കൊണ്ടുവരുന്നു. നമ്മുടെ മക്കൾ ഇപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിലാണ്. നമ്മുടെ മക്കൾ ഇപ്പോഴും സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്, ബിസിനസ് അല്ല. ബിസിനസ് അറിയില്ല, സെൽഫ് എംപ്ലോയ്മെന്റ്. നമ്മളെ വിചാരം ബിസിനസ്സാണ്. എവിടെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ, ഒരു ബക്കാല തുടങ്ങിയാൽ ഓൻ ബിസിനസ്സുകാരനാ. ഓൻ ബിസിനസ്സുകാരനല്ല. ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നു കൊണ്ട് പണം സമ്പാദിക്കുന്നവനാണ്. വീട്ടിലിരിക്കുമ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അവൻ്റെ സ്ഥാപനത്തിൽ മറ്റുള്ള ആളുകൾ ജോലി ചെയ്തുകൊണ്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് പണം നേടിക്കൊടുക്കുന്നവനാണ് ബിസിനസ്സുകാരൻ. അതേസമയത്ത് ഞാനൊരു ചായപ്പീടിക തുറന്നു, ഞാൻ തന്നെ ചായ പാരുന്നതും, ഞാൻ തന്നെ ക്യാഷിലിരിക്കുന്നതും, ഞാൻ തന്നെ പാത്രം മോറുന്നതും, എല്ലാ പണിയും ഞാൻ തന്നെ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോകാൻ ഒഴിവില്ല, എന്താ? ബിസിനസ്സാണ്. ഒരു മരിച്ച വീട്ടിൽ പോകാൻ ഒഴിവില്ല, എന്താ? ബിസിനസ്. ഇത് ബിസിനസ് എന്നല്ല ഇതിനെപ്പറ്റി പറയാം. ഇതിനെപ്പറ്റി പറയൽ സെൽഫ് എംപ്ലോയ്മെന്റ് എന്നാണ്. സ്വയം തൊഴിൽ കണ്ടെത്തുക. നമ്മളെല്ലാം സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ആളുകളാണ്. നമ്മുടെ കുട്ടികളെ ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. നമ്മുടെ പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ കൂടെ ജോലിക്ക് പോകുന്നു. നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തം നൽകാം, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ പെൺകുട്ടികൾക്ക് പങ്കാളിത്തം നൽകാം, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ സഹോദരിമാർക്ക് പങ്കാളിത്തം നൽകാം. അന്യപുരുഷന്മാരുടെ കൂടെ ഓഫീസിലിരുന്ന് സല്ലപിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കാം. എനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 2% എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് പോയാൽ എൻ്റെ ഉമ്മക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സംഭാവന ചെയ്തുകൂടെ? എനിക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിൻ്റെ 1% എൻ്റെ ഭാര്യയ്ക്ക് ഹലാലായ സമ്പാദ്യം ലഭിച്ചാൽ അവൾക്ക് സംഭാവന ചെയ്തുകൂടെ? അവൾക്കും പള്ളി ഉണ്ടാക്കിക്കൂടെ? അവൾക്കും മദ്രസ ഉണ്ടാക്കിക്കൂടെ? പക്ഷേ നമ്മൾ അവസരം കൊടുക്കുന്നില്ല.
നമ്മളിങ്ങനെ തലതിരിഞ്ഞ ഒരു സമൂഹമായി മാറിപ്പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. തിന്നാനും കുടിക്കാനും മാത്രം കൊടുക്കലല്ല. ചിലവർ വിചാരിക്കുന്ന അങ്ങനെ, ഉടുക്കാനും കുടിക്കാനും കൊടുത്താൽ എൻ്റെ ബാധ്യത കഴിഞ്ഞു. അല്ല, തീറ്റയും കുടിയും മാത്രമല്ല, ഒരു മനുഷ്യന്റെ തർബിയത്തിന് അടിസ്ഥാനമായി ആവശ്യമുള്ള ഇസ്ലാമികവും അല്ലാത്തതുമായ അറിവ് അവർക്ക് സമ്പാദിച്ചു കൊടുക്കുവാനുള്ള പദ്ധതികൾ മാതാപിതാക്കളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന തീറ്റ കൊണ്ട് എന്ത് ഉപകാരമാണ് സഹോദരന്മാരെ ഉള്ളത്? 10 കോടി രൂപയുടെ ഒരു വീട് നിങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ഒരു 10,000 രൂപയുടെ ലൈബ്രറി എങ്കിലും നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചുകൊണ്ട് വളർന്നു വരുന്ന അടുത്ത തലമുറക്ക് വായിച്ചു വളരാനുള്ള സംവിധാനം ഒരുക്കാത്തവൻ ലക്ഷ്യബോധമില്ലാത്ത പിതാവാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ വീട് 5 കോടി റുപ്യൻ്റെ വീടാ, 10 കോടി റുപ്യൻ്റെ വീടാ. ഞാൻ ചോദിക്കട്ടെ, ആ വീട്ടിൽ ഏതെങ്കിലും ഒരു പ്രത്യേകം റൂം സംവിധാനിച്ചുകൊണ്ട് ഒരു 10,000 രൂപയുടെ എങ്കിലും പുസ്തകങ്ങൾ വാങ്ങി വായിക്കാൻ, പുസ്തകങ്ങൾ സെറ്റ് ചെയ്തു കൊടുക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾക്ക് മറുപടി പറയേണ്ടത് എങ്ങനെ പറയാൻ, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഗ്രഹിക്കാൻ പഠിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രങ്ങൾ പഠിക്കാൻ ഉള്ള സംവിധാനങ്ങളുള്ള ഒരു ലൈബ്രറി 10 കോടിയുടെ വീടുള്ള മുതലാളിക്ക് വീട്ടിൽ സ്വന്തം മക്കൾക്ക് വേണ്ടി സംവിധാനിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പിതാവ് തീറ്റയും കുടിയും നൽകിയതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമ്പാദ്യങ്ങളെല്ലാം എല്ലാവർക്കും അവനവൻ്റെ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കൾക്ക് അവരുടെ സമ്പാദ്യം അവരുടേതാണ്, മക്കളുടെ സമ്പാദ്യം അവരുടേതാണ്. മക്കളെ പൈസ വാപ്പാരതല്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്, മക്കൾ ഉണ്ടാക്കുന്ന പൈസ ഒക്കെ വാപ്പാർക്കുള്ളതാണ്, വാപ്പക്ക് ഇത്രയും അടിച്ചു മാറ്റി പോകാം. അതിന് ചിലപ്പോൾ ചില ഹദീസുകളും അവർ ഉദ്ധരിക്കും. അന്ത വമാലുകലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പക്കുള്ളതാണ് എന്നൊരു ഹദീസിൽ കാണാം. ആ ഹദീസൊക്കെ സ്വഹീഹ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇവർ മനസ്സിലാക്കിയതുപോലെയല്ല. വാപ്പക്ക് അത്യാവശ്യമായിട്ട് സ്വന്തം ചെലവ് നടത്താൻ കാശും സംവിധാനങ്ങളൊന്നും ഇല്ല. മകൻ്റെ കയ്യിൽ കാശുണ്ട് എങ്കിൽ ആ മകൻ്റെ കയ്യിൽ നിന്ന് ഈ പിതാവിൻ്റെ അത്യാവശ്യ ചെലവുകൾക്ക് വേണ്ട പണം മകൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പിടിച്ചെടുക്കാനുള്ള അവകാശം പിതാവിനുണ്ട് എന്ന് മാത്രമേ ആ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലാതെ മകൻ്റെ ബിസിനസ് പോയിട്ട് മേശയെന്ന് വലിപ്പുന്ന് പൈസ വാരിയിട്ട് ഞാനവൻ്റെ വാപ്പയല്ലേ എന്ന് ചോദിച്ചെടുക്കാനുള്ള അവകാശം വാപ്പയ്ക്കില്ല. എന്തേ വാപ്പയ്ക്കില്ല എന്ന് പറയാൻ കാരണം, ഈ മകൻ്റെ സ്വത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? മകൻ്റെ സ്വത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് മകനല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പം ഈ പണം ആരുടെ പണം? മകൻ്റെ പണം. ബാപ്പൻ്റെ പണമാണെങ്കിൽ ബാപ്പയല്ലേ സക്കാത്ത് കൊടുക്കേണ്ടത്? എൻ്റെ സ്വത്തിൻ്റെ സക്കാത്ത് ഞാനാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് എൻ്റെ സ്വത്താണ്, അതെൻ്റെ ബാപ്പൻ്റെ സ്വത്തല്ല. ഇനി ഞാൻ മരിച്ചാൽ എൻ്റെ ബാപ്പയ്ക്ക് ഒരു നിശ്ചിത വിഹിതം മാത്രമേ ലഭിക്കൂ. ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ ഉപ്പയുമുണ്ട് എങ്കിൽ മരണാനന്തരം എൻ്റെ സ്വത്ത് അനന്തരം എടുക്കുമ്പോൾ എൻ്റെ പിതാവിന് എത്രയാണ് ലഭിക്കുന്നത്? ആ ഒരു നിശ്ചിത മൂല്യമുണ്ട്. 3-1 3-1, 6-1 6-1. അതിലപ്പുറം ഒരു നയാ പൈസ പിതാവിന് എൻ്റെ മകൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സമ്പാദ്യം അവനവനുള്ളതാണ്, ബാപ്പൻ്റെ സമ്പാദ്യം ബാപ്പക്കുള്ളതാ. എൻ്റെ വാപ്പൻ്റെ സ്വത്താന്ന് പറഞ്ഞിട്ട് എനിക്ക് കയറി എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എൻ്റെ വാപ്പയുടെ സമ്പാദ്യത്തിന് എൻ്റെ വാപ്പയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഞാനല്ല. എൻ്റെ വാപ്പ മരണപ്പെട്ടാൽ എൻ്റെ വാപ്പയുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് ഒരു നിശ്ചിത വിഹിതം മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരന്മാർക്കുണ്ട്, എൻ്റെ സഹോദരിമാർക്കുണ്ട്, എൻ്റെ ഉമ്മാക്കുണ്ട്. അപ്പം ബാപ്പൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ വാപ്പൻ്റെ സ്വത്താ. അതിൽ കണ്ട പോലെ മക്കൾക്ക് കയറി കളിക്കാൻ പറ്റില്ല. മക്കളുടെ സ്വത്ത് മക്കളുടേതാണ്, അത് വാപ്പക്കെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ പ്രോപ്പർട്ടി, സ്വതന്ത്രമായ ഉടമസ്ഥാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് പാരിതോഷികമായി നൽകാം, ദാനമായി നൽകാം, സംഭാവനയായി നൽകാം. അങ്ങനെ നൽകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് ചെലവ് ചെയ്യണം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് സന്താനങ്ങൾക്ക് നഫക്ക കൊടുക്കൽ. നഫക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശാപ്പാട് കൊടുക്കൽ. അവർക്ക് പ്രായപൂർത്തിയായി സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാകപ്പെടുന്നത് വരെ സന്താനങ്ങളെ പരിപാലിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം, അവർക്ക് രോഗമായാൽ ചികിത്സിക്കൽ,
അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കൽ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കൽ, ഇതൊക്കെ പിതാവിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. അതെല്ലാം നിർവഹിക്കണം. അത് എല്ലാ മക്കൾക്കും ആവശ്യമുള്ളത് കൊടുക്കണം. LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മാസത്തിൽ അവൻ്റെ വിദ്യാഭ്യാസ ചെലവ് എത്ര വരും? ഒരു 2000 രൂപ വരും. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മാസത്തിലെ വിദ്യാഭ്യാസ ചെലവ് 5000 രൂപ വരും. അപ്പം ഈ ചെറിയ കുട്ടിക്ക് 2000 കൊടുത്താൽ മതി. ഹയർ സെക്കൻഡറി പഠിക്കുന്നവൻ 5000 കൊടുക്കണം. MBBS പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കണം, പക്ഷേ അവനൊരു മാസത്തിൽ 50000 രൂപ കൊടുക്കേണ്ടി വരും. 50000 കൊടുക്കണം. അത് നഫക്കയാണ്, സൗജന്യം കൊടുക്കുന്നതല്ല, ഔദാര്യം കൊടുക്കുന്നതല്ല. അത് സന്താനങ്ങളെ പോറ്റി വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. അത് ആവശ്യക്കാരന് ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് കൊടുക്കണം. രോഗിയായ ഒരു കുട്ടി, ഒരു ദിവസം 3 നേരം മരുന്ന് കുടിക്കുന്ന ഒരു കുട്ടി, ട്രീറ്റ്മെൻറ്റിന് വിധേയനാകുന്ന കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ ചെലവ് തന്നെ 1000കണക്കിന് രൂപ വരും. യാതൊരു രോഗവുമില്ലാത്ത കുട്ടി, അവന് 3 നേരത്തെ ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. അവരുടെ ഇടയിൽ വേർതിരിവുണ്ട്, പക്ഷേ അത് ന്യായമായ വേർതിരിവാണ്, അതിന് കുഴപ്പമില്ല. എന്നാൽ നഫക്ക എന്ന് പറയുന്ന ചെലവുകൾ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് ആവശ്യക്കാരന് കൊടുക്കുക. എന്നാൽ ചെലവുകൾക്ക് പുറമെ മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് ഔദാര്യമായി കൊടുക്കുന്ന ദാനധർമ്മങ്ങളുണ്ടാകും, സംഭാവനകളുണ്ടാകും, അതുപോലെ പാരിതോഷികങ്ങളുണ്ടാകും. അത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. നല്ലതാണോ? നല്ലതാണെന്ന് ഒരു സംശയവുമില്ല. കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ചില മാതാപിതാക്കൾ കോടീശ്വരന്മാരായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലവട്ടം കേട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ തന്നെ ഇപ്പോൾ 2 കക്ഷികളെ എനിക്കറിയാം. ബാപ്പ കോടീശ്വരനാണ്, എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞത് ബാപ്പ കോടീശ്വരനാണ്. എത്ര വയസ്സായി? ഒരു 85 വയസ്സ് കഴിഞ്ഞ്. ഞങ്ങൾ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ടീമാണ്. പഴയ ടീം എന്ന് പറഞ്ഞാൽ കന്നൂട്ടാൻ പോകുന്ന, കച്ചവടത്തിന് പോകുന്ന സാധാരണക്കാരാണ്. യുക്തിയും പുളമൊന്നുമില്ല. ബാപ്പക്ക് വല്യാപ്പൻ്റെ സ്വത്ത് കുറേ കിട്ടിയിരുന്നു. അങ്ങനെ മൂപ്പര് കോടീശ്വരനാണ്. മൂപ്പര് കൊല്ലം ഹജ്ജിന് പോവും, ഉംറക്കും പോവും. ഞങ്ങളിങ്ങനെ പാടത്തും പറമ്പിലും ഒക്കെ കന്നൂട്ടി പറമ്പ് കൊത്തി നടക്കുന്നവരാണ്. ഞങ്ങൾ ഒരു ഉംറയും കൂടി ചെയ്തിട്ടില്ല. വാപ്പയ്ക്ക് ഏകദേശം 85 വയസ്സായി. വാപ്പ മരിച്ചാൽ ഞങ്ങൾക്കൊക്കെ പൈസ ഉണ്ടാവും. വാപ്പ മരിച്ചാൽ എല്ലാവർക്കും ഓരോ 2 ഏക്കർ 3 ഏക്കർ എല്ലാവർക്കും വീതിച്ചെടുക്കാനുണ്ട്. പക്ഷെ ഇപ്പോൾ വാപ്പ ജീവിച്ചിരിപ്പുള്ള സമയമല്ലേ, അടിച്ചു മാറ്റാൻ പറ്റൂലല്ലോ. എന്നാൽ 85 വയസ്സുള്ള ഈ പിതാവിന് ഒരു ബുദ്ധി ഉദിക്കുന്നുണ്ടോ? എൻ്റെ 4 കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. കെട്ടിച്ചയച്ചു വിട്ട വീട്ടിൽ പെൺകുട്ടികൾക്ക് പോലും സ്വൈര്യമില്ല. എൻ്റെ ആൺകുട്ടികൾക്ക് പോലും ഗതിയില്ല. അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ 10 ഏക്കർ ഭൂമിയുണ്ട്. ഞാനിങ്ങനെ കൊല്ലം ഉംറക്ക് പോകുന്നു, ഞാനിങ്ങനെ കൊല്ലം ഹജ്ജിന് പോകുന്നു. എൻ്റെ മക്കളാരും ഉംറ ചെയ്തിട്ടില്ല, എൻ്റെ മക്കളാരും പരിശുദ്ധ മക്ക കണ്ടിട്ടില്ല, കാബാലയം കണ്ടിട്ടില്ല, മുത്ത് റസൂലുള്ളാൻ്റെ പള്ളി കണ്ടിട്ടില്ല. അത് കാണണ്ടാന്ന്, ഓല് കാണണ്ടാന്ന്. ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തൊക്കെ ഓൽക്കല്ലേ, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തൊക്കെ ഓൽക്കാണല്ലോ, അപ്പോൾ ഓല് കണ്ടോട്ടെ. എന്താ ഇതിന് പറയാ? തണുത്തുറഞ്ഞു നിൽക്കുന്ന, അറബികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പറയും ബാരിദ് എന്ന് പറയും. ആയുസം കട്ട പോലെ, വിവേചന ബുദ്ധിയില്ലാത്തവൻ, തൻ്റെ വികാരം മറ്റുള്ളവർക്കുണ്ട് എന്ന് തിരിച്ചറിയാത്തവൻ. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ. ഭൂരിഭാഗം ആളുകൾ സ്വഭാവത. നമ്മൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിൽ നമ്മൾ ദേഷ്യം പിടിക്കും. എന്നാൽ അതേ പണി നമ്മൾ മറ്റുള്ളവർക്കെതിരെ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മളെ വേറെ ഒരാളെ വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് നമ്മൾ ദേഷ്യം പിടിക്കും. എന്നാൽ നമ്മളെ വണ്ടിയിൽ നമ്മളാരെയും കയറ്റൂല. തിരിച്ചറിവില്ല, ബോധമില്ല. 2 ഏക്കർ ഭൂമിയിൽ നിന്ന് മാസം 2000 തേങ്ങ വലിക്കുന്നുണ്ട്. 2000 തേങ്ങ. ആ തേങ്ങ വലിച്ച് കൂട്ടുന്ന സമയത്ത് അടുത്ത വീട്ടിലൊക്കെ കുറേ മനുഷ്യന്മാരുണ്ട്. ഓൽക്ക് കച്ചവടത്തിന് പോയിട്ട് ഒരു തേങ്ങ അരച്ച കറി ഒഴിച്ച് ഭക്ഷണം കഴിക്കാൻ യോഗമില്ലാത്തവർ ഒരു 4 തേങ്ങ ഓൽക്കൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഇവരെ പറ്റും പിഷ്കന്മാരെന്നൊന്നും പറയുന്നില്ല. പിഷ്കന്മാരൊന്നുമല്ല. ഖുറാഫാത്തിനും ഷിർക്കിനും ബിദ്അത്തിനും ജാറത്തിലേക്കും നേർച്ചപ്പെട്ടിയിലേക്കും 10000 കൊടുക്കുന്നവരാണ്. പിഷ്കന്മാരൊന്നുമല്ല. പക്ഷേ എൻ്റെ അയൽവാസിക്കും എന്നെപ്പോലെ ഒരു സ്വാദുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടാവുമെന്ന തിരിച്ചറിവില്ല. ഒരു 4 തേങ്ങ എടുത്ത് അപ്പുറത്തേക്ക് കൊടുത്തൂടെ? സക്കാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്ത് സക്കാത്ത്? അതൊക്കെ ഇയാൾ പറയുന്നല്ലേ, മറ്റേ ഉസ്താദ് അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വകുപ്പുണ്ടാക്കിയിട്ട് ഒരു 4 തേങ്ങ എടുത്തു കൊടുക്കാൻ മനസ്സിൽ ബോധം വരാത്തവൻ എന്ത് മുസ്ലിമാണ്?
പള്ളിയിൽ വന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് കെട്ടിയിട്ട് ആരെയാണോ പരിഹസിക്കുന്നത്? നിന്റെ അള്ളാഹു അക്ബർ ആർക്ക് വേണം? ഒരു 4 തേങ്ങ അയൽവാസിക്ക് കൊടുത്തുകൂടെ? സക്കാത്ത് ആണത്, ഔദാര്യമല്ല. വആതു ഹഖഹു യൗമ ഹസാദിഹി. ഇതൊക്കെ പറഞ്ഞ എൻ്റെ വിഷയം മാറിപ്പോകും, പേടിയാ പറയുമ്പോൾ. ഷാഫി മദ്ഹബിന്റെ പേരിലാണ് പലരും കച്ചവടം നടത്തുന്നത്. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ കഥ എൻ്റെ കൈവശമുണ്ട്. പച്ചക്കറി അരിഞ്ഞെടുത്ത് കൊണ്ടുവരുന്നപ്പോൾ പോലും തക്കാളിക്ക് സക്കാത്ത് കൊടുത്തവരുണ്ട്, പയറിന് സക്കാത്ത് കൊടുത്തവരുണ്ട്, പച്ചമുളകിന് സക്കാത്ത് കൊടുത്തവരുണ്ട്. തക്കാളി എന്നൊക്കെ എന്താ കിട്ടുക? എൻ്റെ പറമ്പിൽ ഞാൻ തക്കാളി ഉണ്ടാക്കിയാൽ 4 ദിവസം കറി വെക്കാനുള്ള തക്കാളി കിട്ടും, അതിലപ്പുറം കിട്ടുമോ? എന്നാൽ തക്കാളി മുറിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ സക്കാത്തിന്റെ വിഹിതം മാറ്റിവെച്ച് 2 തക്കാളി അയൽവീട്ടിലേക്ക് കൊടുത്ത ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുണ്ട്. അതെന്താ പറയാത്തത്? മനസ്സിൽ തിരിച്ചറിവ് വേണം. കഞ്ഞി എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. എല്ലാവർക്കും കഞ്ഞി കുടിക്കാനുള്ള വകുപ്പ് കൊടുക്കണം. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ 2 മാവുണ്ട്, നിറയെ മാങ്ങയുണ്ട്. മാങ്ങ ഒരു 4 എണ്ണം എടുത്തിട്ട് അയൽവീട്ടിലേക്ക് കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നാത്ത കാലത്തോളം മഴ പെയ്യില്ല, ദുരിതങ്ങൾ അവസാനിക്കുകയില്ല, നരേന്ദ്രമോദി ഇറങ്ങിപ്പോവുകയില്ല. സംശയം വേണ്ട, നമ്മളാണ് നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നീട്ടിപ്പറയുകയല്ല. ഈ മക്കൾക്ക് അവരുടെ നഫക്ക എന്ന് പറയുന്ന ചെലവിൻ്റെ പുറമെ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുന്നേ കൊടുത്തൂടെ? 85 വയസ്സായ ആള് 10 ഏക്കർ ഭൂമിയുണ്ട്. ഞാൻ പറയുന്നത് നേരത്തെ തന്നെ അനന്തരാവകാശം കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അനന്തരാവകാശത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് ഞാൻ പിന്നെ പറയും. അനന്തരാവകാശവും വസീയത്തും ഒക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഞാൻ ഇപ്പം പറയുന്നത് അനന്തരാവകാശവും വസീയത്തും ഒന്നും അല്ല. ദാനധർമ്മങ്ങൾ, സംഭാവനകൾ മക്കൾക്ക് വേണ്ടി. എനിക്കേതായാലും 85 വയസ്സായി, ഇനിയിപ്പോൾ തോനെ ഉംറക്കൊന്നും പോകാൻ കഴിയില്ല. എൻ്റെ മക്കൾ 85 വയസ്സായ ഒരാൾക്ക് 65 വയസ്സായ മക്കളുണ്ടാവൂലേ, 60 വയസ്സായ മക്കളുണ്ടാവൂലേ? 60-65 വയസ്സായ മക്കൾ ഉംറ ചെയ്തിട്ടില്ല, കാബാലയം കണ്ടിട്ടില്ല, സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയിട്ടില്ല. ഇനി ഞാൻ മരിച്ചിട്ട് ഓല് എപ്പോൾ ഉംറക്ക് പോവാനാ? എൻ്റെ മരണവും എൻ്റെ അടിയന്തരവും ഒക്കെ കഴിഞ്ഞിട്ട് സ്വത്ത് വീതം വെക്കലാണെങ്കിൽ, സ്വത്ത് വീതം വെക്കുന്നൊക്കെ ഒരു കഥയാണ് ഇപ്പോൾ, അതൊക്കെ പിന്നെ പറയാം. ഇതൊക്കെ വീതം വെച്ച് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പോഴത്തിന് അവർക്ക് 75 വയസ്സാവും. പിന്നെ എന്ത് ഹജ്ജാണ്, പിന്നെ എന്ത് ഉംറയാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട സമ്പാദ്യമുള്ള പണമുള്ള പിതാവേ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് എല്ലാവർക്കും തുല്യമായി വിഹിതം ചെയ്തുകൊണ്ട് ഒരു ദാനം നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഞാനിതാ മരിക്കാൻ പോവാണ്, എൻ്റെ അനന്തര സ്വത്തൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെ, എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്കുള്ളത് തന്നെ. പക്ഷെ ഞാൻ മരിക്കണതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് തരുന്നുണ്ട്. അത് അനന്തരമല്ല, അനന്തരം തരല് ഞാനല്ല, അനന്തരം നിൻ്റെതല്ല, അനന്തരം അള്ളാഹുവാണ് കൊടുക്കുന്നത്. അത് അള്ള കൊടുക്കും. പക്ഷേ നിങ്ങൾ സ്വന്തം കൈകൊണ്ട് നിങ്ങളെ മക്കൾക്ക്, എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ ഒരു 25 സെൻറ്റ്, എല്ലാവർക്കും 25 സെൻറ്റ്. ഇനി നിങ്ങൾ അതുമായിട്ട് എന്തെങ്കിലും ചെയ്തോളി. ഉംറക്ക് പോകുന്നവർക്ക് ഉംറക്ക് പോകാം, കുട്ടികളെ കെട്ടിക്കാനുള്ളവർക്ക് കുട്ടികളെ കെട്ടിക്കാം, വീടെടുക്കേണ്ടവർക്ക് വീടെടുക്കാം. ഇങ്ങനെ ഒരു 25 സെൻറ്റ് എൻ്റെ സ്വന്തം മക്കൾക്ക്, ആലക്കക്കാർക്കല്ല, നാട്ടുകാർക്കല്ല, പള്ളിക്കോ മദ്രസക്കോ അല്ല, സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായ മക്കൾക്ക് വേണ്ടി ഒരു 25 സെൻറ്റ് ജീവൻ നിലക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ, തുല്യമായി വിഹിതം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റും, യാതൊരു സംശയവുമില്ല. വസിയത്ത് വേറെയുണ്ട്, വസിയത്തിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ അളവിൽ കൊടുക്കണം. മൂത്തോർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പതിവുണ്ട് പല നാട്ടിലും, പാടില്ല. ഇളയ കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു പതിവുണ്ട്, പാടില്ല. നടുവിലുള്ള കുട്ടികൾ വഴിയാധാരങ്ങളായി പോകുന്ന അവസ്ഥയുണ്ട്, പാടില്ല. എല്ലാവർക്കും ഒരേ അളവിൽ കൊടുക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അനന്തര സ്വത്ത് വിഹിതം ചെയ്യുന്നത് പോലെ വിഹിതം ചെയ്യണം. അതെങ്ങനെയാ? അത് ആൺകുട്ടിക്ക് 10 രൂപ കൊടുക്കുകയാണെങ്കിൽ പെൺകുട്ടിക്ക് 5 കൊടുത്താൽ മതി. പെൺകുട്ടിക്ക് 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ ആൺകുട്ടിക്ക് 2000 കൊടുക്കണം എന്ന് നിഗമനം ചെയ്ത ചില പണ്ഡിതന്മാരുണ്ട്. അതിനോട് യോജിക്കാൻ വകുപ്പില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഹദീസിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സവ്വൂ ബൈന ഔലാദിക്കും ഫിൽ അത്തിയ്യ.
നിങ്ങളെ മക്കളുടെ ഇടയിൽ തുല്യത കാണിക്കണം. ഫലൗ കുന്തു മുഫദ്ദിലൻ അഹദൻ ലഫദ്ദൽതു നിസാ, ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രത്യേകത കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രത്യേകത കൊടുക്കുമായിരുന്നു. ഏതെങ്കിലും കുട്ടിക്ക് തോന കൊടുക്കണം എന്ന് ഞാനൊരു നിയമം പറയുകയാണെങ്കിൽ അത് പെൺകുട്ടിക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. പക്ഷെ അത് പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പെൺകുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ആൺകുട്ടിക്ക് കൊടുക്കൽ? അത് അള്ളാഹ് കൊടുക്കുന്നതാണ്. അനന്തരാവകാശത്തിൽ പെൺകുട്ടിയുടെ ഇരട്ടി ആൺകുട്ടിക്ക് എന്ന് പറഞ്ഞത് അള്ളാഹു കൊടുക്കുന്നതാ. അള്ളാഹു ചെയ്താൽ നമുക്ക് പരാതിയില്ല. അള്ളാഹു നമ്മുടെ യജമാനനാണ്. പക്ഷെ ബാപ്പ ചെയ്താൽ പരാതി ഉണ്ടാവും. കാരണം എന്താ? ഈ ബാപ്പൻ്റെ മക്കളിന്നല്ലേ എല്ലാം. കുറച്ചാൾക്കാർക്ക് പകുതിയും വേറെ കുറച്ചാൾക്കാർക്ക് ഇരട്ടിയും എന്ന് പറയുന്നത് ഒരു മക്കളും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് എല്ലാ മക്കൾക്കും ജീവിതകാലത്ത് കൊടുക്കുമ്പോൾ തുല്യമായി കൊടുക്കുക. എന്നാൽ ചിലപ്പോൾ നമ്മൾ വൈവാഹിക അവസരങ്ങളിലൊക്കെ മക്കളെ കല്യാണം കഴിച്ചു പറഞ്ഞേക്കും. അപ്പം മൂത്ത മകനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു. അപ്പോൾ ഒരു 10 ലക്ഷം റുപ്യ ഓൻ്റെ കല്യാണ ചെലവിന് വേണ്ടി, ചിലവല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ചിലവല്ല, എൻ്റെ വകയായിട്ടൊരു കൈമടക്ക് 10 ലക്ഷം റുപ്യ മൂത്ത മകന് കൊടുത്തു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകൻ കല്യാണം കഴിക്കാനായി. അവനും കൊടുക്കണം 10 ലക്ഷം രൂപ. അവനും കൊടുക്കണം 10 ലക്ഷം രൂപ കൈമടക്ക്. മൂന്നാമത്തെ മകൻ്റെ കല്യാണം വന്നു. അവനും 10 ലക്ഷം കൈമടക്ക് കൊടുക്കണം. 4ാമത്തെ മകളാണ്. മകളുടെ കല്യാണത്തിനും 10 ലക്ഷം കൈമടക്ക് കൊടുക്കണം. സ്ത്രീധനം എന്നോ എന്ത് ഒലക്ക പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. മൂത്തവന് കൊടുത്തിട്ടുണ്ടോ? 2ാമത്തവന് കൊടുത്തിട്ടുണ്ടോ? 3ാമത്തെ പെൺകുട്ടിക്ക്, അവൾക്ക്, ഓളെ ഭർത്താവിനല്ല, അവളുടെ പേരിൽ എഴുതി കൊടുക്കണം 10 ലക്ഷം രൂപ. അതാണ് നീതി. അപ്പോൾ ഒരാൾക്കൊരു സംശയം, അല്ല ഞാനിപ്പോൾ മൂത്തവന് 10 ലക്ഷം കൊടുത്തു, ഇനിയിപ്പോൾ 2ാമത്തവന് 10 കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ആദ്യം ശ്രദ്ധിക്കണം. ഒരു പരിഹാരമുണ്ട്. 2ാമത്തവന് കൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ അവിടെയുള്ള പരിഹാരം ആദ്യത്തവന് കൊടുത്ത 10 ലക്ഷം തിരിച്ചു വാങ്ങണം. ആദ്യത്തവന് കൊടുത്ത 10 ലക്ഷം രൂപ തിരിച്ചു വാങ്ങണം. കാരണം 2 കുട്ടികളുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കാൻ പാടില്ല. ഇനി ഒരാള്, ഞാൻ എൻ്റെ 3 കുട്ടികളെ കെട്ടിച്ചു വിട്ടു, 3 ആൺകുട്ടികളെ വിവാഹം ചെയ്യിപ്പിച്ചു, എല്ലാവർക്കും 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കൊരു 2 കുട്ടികളും കൂടി കല്യാണം കഴിക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ മരിച്ചുപോയി. 2 കുട്ടികളെയും കൂടി കെട്ടിച്ചയക്കുന്നതിന് മുമ്പ്, വിവാഹം ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ മരിച്ചുപോയി. അപ്പം ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ എല്ലാം എന്തെങ്കിലും വസിയത്ത് ചെയ്തു വെക്കണം. കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് 5 ആൾക്കാർക്കും 10 ലക്ഷം തന്നിട്ടുണ്ട്, എനിക്കിനി 2 കുട്ടികളും കൂടി ഉണ്ട്. ഞാൻ അഥവാ മരിക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്തിൽ നിന്ന് 10 ലക്ഷം രൂപ അവർക്ക് 2 പേർക്കും കൂടി ഞാൻ വസിയത്താക്കി വെക്കുന്നു എന്ന് പറയണോ? പറയണ്ട. എന്തുകൊണ്ട് പറയണ്ട? അങ്ങനെ പറയാൻ പാടില്ല. അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. അത് ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഒരു സംസാരത്തിൽ ഞാൻ പറയും. ഇപ്പം ഞാൻ ചുരുക്കി പറയുന്നു, മരിച്ചു പോയാൽ അയാൾ ഉത്തരവാദിയല്ല. കാരണം അയാളുടെ ഉദ്ദേശപ്രകാരം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇനി കെട്ടാനുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന നീയത്ത് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഉത്തരവാദിയല്ല. ഇനി മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്വത്ത് വിഹിതം ചെയ്തുകൊണ്ട് കല്യാണം കഴിക്കാത്ത കുട്ടികൾ ആ സ്വത്തിൽ നിന്ന് കല്യാണം കഴിക്കുകയല്ലാതെ ബാപ്പയുടെ ഭാഗത്ത് നിന്നുള്ള ദാനധർമ്മം അവർക്ക് ലഭിച്ചില്ല, അവർക്ക് അതിന് ഭാഗ്യമുണ്ടായില്ല എന്ന് വെച്ചാൽ മതി. അത്തരം അവിടെയുള്ളൂ. അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് തുല്യമായി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബഷീർ ഇബ്നു സഅദ് അൽ അൻസാരി, മദീനക്കാരനായ അൻസാരിയായ ബഷീർ എന്ന് പറയുന്ന ബദരീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ സഹാബി തൻ്റെ ചെറിയ പിഞ്ചു പൈതലായ നോമാന്റെ കൈയും പിടിച്ചു വന്നു. നോമാൻ ഇബ്നു ബഷീർ, നോമാൻ എന്ന് പറയുന്ന കുട്ടിയെ ചുമലിലേറ്റിക്കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഈ കുഞ്ഞുമോനുണ്ടല്ലോ, ഈ കുഞ്ഞുമോന് ഞാനൊരു സംഭാവന കൊടുത്തിട്ടുണ്ട്. ഒരു സംഭാവന, ഒരു അടിമയെ കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിക്ക് നബിയെ. പക്ഷെ അവൻ്റെ ഉമ്മ പറഞ്ഞു, നിങ്ങളാ കൊടുത്തത് ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സാക്ഷി നിൽക്കണം. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ പോയിട്ട് റസൂലുള്ള അതിന് സാക്ഷിയാവുകയാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെടും. അത് കേട്ടിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് നബിയെ, അങ്ങ് ഞാൻ ഈ കൊടുത്തിട്ടുള്ള സംഭാവനക്ക് സാക്ഷി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, അലക ഗൈറു ഹാദാ, ബഷീറെ, നിങ്ങൾക്ക് ഈ കുട്ടിയല്ലാത്ത വേറെ കുട്ടികളുണ്ടോ? ബഷീർ പറഞ്ഞു, എനിക്ക് വേറെയും കുട്ടികളുണ്ട്. അപ്പോൾ റസൂലുള്ള ചോദിച്ചു,
അകുല്ല വലദിക നഹൽതഹു മിസ്ല ഹാദാ, നീ ഈ നോമാൻ എന്ന് പറയുന്ന ചെറിയ കുട്ടിക്ക് ഒരു അടിമയെ കൊടുത്തു, ഇതുപോലെ നിന്റെ മറ്റുള്ള കുട്ടികൾക്ക് മുഴുവനും കൊടുത്തിട്ടുണ്ടോ? ബഷീർ പറഞ്ഞു, ലാ, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇത്തഖുല്ലാഹ വഅദിലൂ ബൈന അബ്നായിക്കും, അല്ലാഹുവിനെ ഭയപ്പെടണം, നിങ്ങളെ സന്താനങ്ങൾക്കിടയിൽ നിങ്ങൾ തുല്യത പാലിക്കണം. അത്തുഹിബ്ബു അൻ യകൂനു ലക ഫിൽ ബിർരി സവാ, ഖാല നഅം, അല്ല, നിന്റെ മക്കളെല്ലാവരും നിന്നെ ഒരുപോലെ സ്നേഹിക്കണമെന്ന്, നിന്റെ മക്കളെല്ലാവരും നിന്നെ ഒരുപോലെ പരിപാലിക്കണമെന്ന്, നിന്നെ ഒരുപോലെ ബഹുമാനിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, നാം, അതെ, എൻ്റെ എല്ലാ കുട്ടികളും എന്നെ നന്നായി നോക്കണം, എന്നെ നന്നായി സ്നേഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇദൻ ഫലാ അഷ്ഹദു അലാ ജൗരിൻ, ഒരു അക്രമത്തിന് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടുകയില്ല, വേറെ ആളെ പോയി നോക്കിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ബഷീർ റളിയല്ലാഹു അൻഹു തൻ്റെ കുട്ടിക്ക് നൽകിയിരുന്ന സംഭാവന തിരിച്ചു വാങ്ങുന്നു. ഇത് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പിതാവ്, ഏതെങ്കിലും ഒരു മാതാവ് തൻ്റെ കുട്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടിക്ക് മാത്രം എന്തെങ്കിലും പാരിതോഷികം നൽകുകയും അതുപോലെ ഒരു പാരിതോഷികം മറ്റു കുട്ടികൾക്ക് നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ കൊടുത്തത് തിരിച്ചു വാങ്ങുക, വേറെ പരിഹാരമില്ല. ഇത് നിർബന്ധമുള്ള കേസാണ്. ചില പണ്ഡിതന്മാർ ഇത് നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രമാണങ്ങളോട് യോജിക്കുന്നില്ല, പ്രമാണ വിരുദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. നമ്മൾ നമ്മുടെ മക്കളുമായി ഇടപഴകുന്ന സമയത്ത് സമ്പൂർണമായ തുല്യതയും നീതിയും പാലിച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ നമ്മുടെ മരണശേഷം പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മക്കളായി മാറും, നമ്മെക്കുറിച്ച് നല്ലത് പറയാത്ത മക്കളായി മാറും, നമ്മെക്കുറിച്ച് മോശം വിചാരിക്കുന്ന മക്കളായി മാറും. മാത്രമല്ല, അവർ സഹോദരന്മാരും സഹോദരിമാരും തമ്മിൽ അടിയും പിടിയും കോലാഹലങ്ങളും ഉണ്ടാക്കുന്നത് കണ്ട് അയൽവാസികൾ ചിരിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് നീതി, നീതി, ഇത്തഖുല്ലാഹ വഅദിലു ബൈന അബ്നായിക്കും, ഇന്നല്ലാഹ, നമ്മൾ ഖുത്ബയിൽ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, നിങ്ങൾ നീതി പാലിക്കണം, നീതി പാലിക്കണമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഓതാറുണ്ടായിരുന്ന ആയത്താണ്. അത് പിന്തുടർന്നുകൊണ്ട് ഈ കാലം വരെയുള്ള പണ്ഡിതന്മാർ മിമ്പറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്, മക്കളെ നീതി പാലിക്കണം. 4 ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരുടെ ഇടയിൽ നീതി പാലിക്കണം, 4 മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഇടയിൽ നീതി പാലിക്കണം. എത്രത്തോളം എന്നറിയുമോ? 2 കൈകളോട് നീതി പാലിക്കണം, 2 കാലുകളോട് നീതി പാലിക്കണം, 2 ചെരുപ്പ് ഇടാതെ ഒരു ചെരുപ്പ് മാത്രമിട്ട് നടക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ തലയുടെ മുടി കഷ്ണിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ മുടി വെട്ടണമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് നമ്മുടെ കുട്ടികളെടുത്ത് നോക്കൂ, 3 ഭാഗത്തും അവർ ചുരണ്ടിയെടുക്കുകയാണ്. തലയുടെ മൂർധാവിൽ മാത്രം മുടി കൂട്ടം കൂട്ടിയിരിക്കുകയാണ്. പാടില്ല. തലയുടെ മുടിയോട് പോലും നീതി പാലിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികൾ സ്വന്തം മക്കളോട്, സ്വന്തം ഭാര്യമാരോട് നീതി പുലർത്താൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, മഴ ലഭിക്കുകയില്ല. മനസ്സിലാക്കിക്കൊള്ളണം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും, പ്രളയങ്ങൾ ഉണ്ടാകും, അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും, പ്രയാസത്തിൽ അകപ്പെടുത്തപ്പെടും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ സന്താനങ്ങൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബജീവിതം ഭദ്രമാകുമെന്ന് മാത്രം ചുരുക്കി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി